ഹേ ഗൈസ്, അപ്പോൾ നമുക്കൊരു ഈസി സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു പയറ് കറീൻ്റെ റെസിപ്പി ഉണ്ടല്ലോ. ഇത് നമുക്ക് കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഇതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സവാള, 2 പച്ചമുളക്, ഒരു വെളുത്തുള്ളി. ആദ്യം തന്നെ സവാള ഇതുപോലെ ക്യൂബ്സായിട്ട് അരിഞ്ഞെടുക്കുക. എങ്ങനെ വേണോ അരിഞ്ഞെടുക്കാം, ഞാനിവിടെ ക്യൂബ്സായിട്ട് അരിഞ്ഞെടുക്കുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ 2 പേർക്കുള്ള ക്വാണ്ടിറ്റിക്കാണ് ഇത്ര ഇൻഗ്രീഡിയൻസ് എടുത്തേക്കുന്നത് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇത്ര ക്വാണ്ടിറ്റി എടുത്തേക്കുന്നത്. അതിനുശേഷം നമ്മൾ പച്ചമുളക് എടുക്കുന്നുണ്ട്. എരി കുറവ് മതിയെങ്കിൽ ഒരു പച്ചമുളകിൻ്റെ ആവശ്യമേ. എരിവ് കൂടുതലാണെങ്കിൽ ഒരു 2 to 3 പച്ചമുളക് എടുക്കാം. ഒരു 10-15 അല്ലി വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. നമുക്ക് ഗ്യാസ് കയറാൻ ചാൻസ് ഉണ്ട് പയർ കഴിക്കുമ്പോഴത്തേക്കും. അത് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ വെളുത്തുള്ളി എടുക്കുന്നത്. അതുപോലെ നമ്മൾ പച്ച ചെറുപയർ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു 15 മിനിറ്റ്സ് മുമ്പാണ് കേട്ടോ സോക്ക് ചെയ്ത് വെച്ചത്. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. പക്ഷേ നമ്മൾ കുറച്ച് ഫിസിലധികം കേൾക്കണം, അതാണ് ഇതിൽ ഒരു വ്യത്യാസമുള്ളത്. നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചാൽ ഒരു 5 to 6 വിസിൽ കേട്ടാൽ മതി. അപ്പോൾ നമ്മൾ കുക്കറിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, പെട്ടെന്ന് കഴിയും കാര്യം. അപ്പോൾ ആദ്യം തന്നെ കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കുക. അതിലേക്ക് പച്ചമുളകും അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇടുക. സവാളയും നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ സവാള പെട്ടെന്നൊന്ന് വാടി കിട്ടാനായിട്ട് ഞാൻ ഒരല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പിട്ടും കൂടെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഒരുപാടങ്ങ് സോട്ടായി സവാള നന്നായിട്ട് വഴണ്ട് വരണം അങ്ങനെയില്ല. കാര്യം നമ്മൾ കുക്കറിലല്ലേ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. അതിനുശേഷം നമുക്ക് പൊടികൾ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടാൻ കുറയ്ക്കാൻ ചെയ്യാം. ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഞാനിതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുതിർത്ത് വെച്ചേക്കുന്നത്, ഇത് ഞാൻ പച്ചപ്പയർ കഴുകി കുതിർത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. അത് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇതിലാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പയറും ഇതെല്ലാം നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒരല്പം വെള്ളം ഇതിൻ്റെ മുകളിൽ പൊങ്ങി നിൽക്കുന്ന രീതിയിലാണ് നമ്മളിത് വെള്ളം ഒഴിക്കേണ്ടത്. അതിനുശേഷം ആവശ്യത്തിന് കൂടെ ഉപ്പിട്ടിട്ട് വെള്ളം തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം കുക്കർ അടച്ച് വെച്ച് വെയിറ്റ് ചെയ്യുക. ഒരു 7 to 8 വിസിൽസ് വരെ കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് പയർ ഓൾമോസ്റ്റ് വെന്ത് കിട്ടും. ഒത്തിരി കൂടെ ഒന്ന് നന്നായിട്ട് വേവണമെങ്കിൽ ഒരു 8 to 9 വിസിൽ വരെ നമുക്ക് കേൾപ്പിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പയർ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെന്ത് വന്ന പയർ നമ്മളൊന്ന് ജസ്റ്റ് ഉടച്ചെടുക്കുന്നുണ്ട്. കാര്യം കഞ്ഞിയോടെ കഴിക്കുമ്പോഴത്തേക്കും ഒന്ന് ഉടഞ്ഞ് കിട്ടുമ്പോഴത്തേക്കുമാണ് ആ ഒരു ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് നമ്മൾ തവി വെച്ച് ഉടച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഈസി ആയിട്ട് ഉടഞ്ഞ് കിട്ടും. ഞാൻ നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുന്നില്ല. ഈ ഒരു പരുവത്തിനാണ് നമ്മൾ ഉടച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ പയർ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങളത് കമൻസിലൂടെ അറിയിക്കുക. അത് ബാക്കിയുള്ളവർക്കും കൂടെ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്തായാലും മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.